നീ ഇന്നും മഗ്രിബ് നിസ്കരിക്കുമ്പോൾ ഓതുന്ന ഒരു സൂറത്തുണ്ട്, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന്റെ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ? എല്ലാവർക്കും അറിയണ സൂറത്തല്ലേ, എല്ലാ ദിവസവും മഗ്രിബിന് കേൾക്കണ സൂറത്തല്ലേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ അതിന്റെ അർത്ഥം ഒന്ന് വായിക്കും മുസ്ലിമേ. അതിന്റെ അർത്ഥം വായിച്ചാൽ നിന്റെ പേടി മാറി. ആ ഒരൊറ്റ സൂറത്തിന്റെ അർത്ഥം പഠിച്ചു നോക്കിയാൽ മതി. എന്താ അള്ളാഹ് പറയുന്നത് അറിയോ? അബ്രഹത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ടാ വന്നേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അള്ളാഹു പറയുകയാ, അബാബീൽ എന്ന് പറയുന്ന കുരുവിയോളം വലുപ്പമുള്ള ആ ചെറിയ കിളിയുണ്ടല്ലോ, ആ കിളിയെ കൊണ്ട് അള്ളാഹുവിനെ തകർത്ത് കളഞ്ഞു. എടോ, നിന്റെ വീട്ടിൽ വളർത്തുന്ന പശുവ് പുല്ല് തിന്നു കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് ചവിട്ടി തേക്കുന്നത് പോലെ അള്ളാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്തു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എടാ, ഏത് സാഹചര്യവും അള്ളാഹു ഒരുക്കി തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നാട് വിടാൻ പോകുന്നുണ്ട്, കൊല്ലണമെങ്കിൽ ഇന്ന് കൊല്ലണം. ശത്രുക്കൾ മുഴുവനും ഓടിക്കൂടി നബി തങ്ങളുടെ വീട് വളഞ്ഞു വെച്ചിരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയെ, ഞാൻ കടന്ന വിരിപ്പി നീ കിടക്കോ? ആ ചങ്ങാതിക്ക് എന്ത് പേടിയടോ? അലിയാര് നിങ്ങൾ ഞാൻ കിടക്കാൻ നബിയെ? ചിന്തിക്കവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, വാതില് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം. യാസീൻ ഓതുവോ? വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഓതന ആയത്താ. നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ആയത്ത് ഓതിയിട്ട് ആ മണ്ണിലൊന്ന് ഊതണം. വാതിൽ തുറന്ന് 4 ഭാഗത്തേക്കും വലിച്ചിട്ട് എറിഞ്ഞിട്ട് പൊക്കോളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങൾ ഇറങ്ങി ആ ആയത്തോതി ഒരു പിടി മണ്ണുവാരി 4 ഭാഗത്തേക്ക് വാരി എറിഞ്ഞിട്ട് വാളും കൊണ്ട് കാത്തിരുന്നവന്റെ നെഞ്ചിലൂടെ നടന്നു പോയടോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. എടാ, ഒരു മുസ്ലിമിന് ആറ്റം ബോംബൊന്നും വേണ്ട. ജിബ്രീൽ AK-47 ഒന്നുമല്ല കൊണ്ടുവന്ന് കൊടുത്തത്. ഒരു മുസ്ലിമിന് കാൽ ചുവട്ടി കിടക്കണ ഒരു പിടി മണ്ണ് മതിയടോ. അതാ മുസ്ലിം. പക്ഷെ മുസ്ലിം ആയിരിക്കണം, ഈമാനുള്ളവരായിരിക്കണം. ഈമാനുള്ളവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണിനും മഹത്വമുണ്ടോ? അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയി ഒളിച്ചോടിയതൊന്നുമല്ലല്ലോ, കണ്ണിന്റെ മുമ്പിൽ കൂടെ അല്ലേ പോയത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടോ, ഖിയാമത്ത് നാൾ വരെ